curryworld. അപ്പോൾ ഇന്ന് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട മാവ് വെച്ചിട്ട് ഒരു കിടിലം വെജ് റോളാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് അരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഉമിയുണ്ട് നമ്മൾ ആ വാങ്ങുന്ന ആട്ടയിൽ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 1 ടീസ്പൂണോളം തന്നെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല എന്താ പറയുക, നമ്മുടെ ചപ്പാത്തിക്കുള്ള ഡോ പോലെ ആക്കിയെടുക്കുക. പക്ഷെ അത്രയും ഒരുപാട് ടൈറ്റും ആകരുതെന്നല്ല, ഒരുപാട് ലൂസും ആയി പോകാണ്ട് ഒരു മിഡിലായിട്ട് നമുക്ക് തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പാകത്തിന് അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒനിയനും പച്ചമുളകും മാത്രമാണ് ഫില്ലിങ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോയും ഗ്രീൻ പീസൊക്കെ ഇട്ട് ഫില്ലിങ് ഉണ്ടാക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ഒനിയൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും ഇടുന്നുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം ഉപ്പും കുരുമുളകും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഒനിയനൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനൊന്ന് മിക്സാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുരുമുളക് പൊടി. അപ്പോൾ ഇടുന്നത് കുറച്ചുകൂടെ നമ്മുടെ നല്ലതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ. 1 ടീസ്പൂണിൽ ഒരു 1/4 ടീസ്പൂണോളം ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 1 ടീസ്പൂണോളം തന്നെ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക. എന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് സൈഡിലിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മുടെ ഒനിയനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി അതിനൊന്ന് വറുത്തെടുത്തിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുത്തിട്ട് ചേർക്കുക. അത് ഇതിൽ തന്നെ ഇട്ട് വറുക്കണമെന്നില്ല, പ്രത്യേകിച്ച് ഒരു ചെറിയ പാത്രത്തിലെങ്ങാനും ഇട്ട് വറുത്തിട്ട് ചേർത്താലും മതി. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് നമ്മൾ അരപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ടാകും. ഒരുപാട് നേരം തിളപ്പിക്കുകയോ വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് തന്നെ വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഓണിയൻ്റെ കൂടെ നിങ്ങൾ പൊട്ടറ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടിടുന്നതിന് മുന്നേ തന്നെ, നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ആ പൊട്ടറ്റോ ആണോ ഗ്രീൻ പീസ് ആണോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയൊക്കെ തുടങ്ങാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഡോ. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് കുറച്ച് ബോൾസ് ആക്കി ഇടുക. എളുപ്പത്തിൽ തന്നെ വരും. നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല, കാരണം അത്രയും ലൂസ് ആക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല, എളുപ്പത്തിന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ ഈ മാവിനെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ഡോ ഒന്ന് ചെറിയ ഉരുളയാക്കിയത് അതിനൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് നൈസായിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മളിതിനെ റോൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല നൈസായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇച്ചിരി നൈസായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണേ. ഇച്ചിരി നൈസായാലും പ്രശ്നമൊന്നുമില്ല. എന്നും പറഞ്ഞ് ഒരുപാട് തിക്നെസ് കുറയ്ക്കേണ്ട, ഒരിച്ചിരി നേരിയ കനത്തിൽ പരത്തിയെടുക്കുക. ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി എന്തൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന്
ഒന്ന് ബേക്കിന് ഫ്രണ്ടിലോട്ടൊന്ന് റോൾ ചെയ്യുക. അതിനുശേഷം സൈഡിൽ നിന്ന് 2 ഭാഗത്തു നിന്നും ഇങ്ങനെ ചുരുട്ടി വെച്ചെടുക്കുക. എന്നിട്ട് മുഴുവനും ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫിറ്റായിട്ട് തന്നെ ഇരിക്കും, ഇളകിയൊന്നും പോകത്തില്ല. കറക്റ്റായിട്ട് ഫിറ്റായിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, ഇളകിയൊന്നും പോകത്തില്ല. ഇനി അടുത്ത് നമുക്കൊരു പരിപാടി കൂടിയുണ്ട്. നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, അതിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ റസ്ക് ഇല്ല, അതിനെ ഒന്ന് ക്രംസ് ആക്കി വെച്ചിട്ടാണ് ഒന്ന് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടായാലും ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുക്കുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ എന്തും ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്താൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പം ഡീപ്പ് ഫ്രൈ ആണ്. കാരണം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളവർ എല്ലാ ഭാഗവും മറിച്ചിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ എങ്ങനെ ചെയ്താലും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്, ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ 4 ഭാഗവും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണെന്ന് വെച്ചിട്ട് എനിക്കത് കഴിക്കുമ്പോൾ ഒരു കവർപ്പ് തോന്നാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ആ ഒരു കയ്പൊന്നും തോന്നിയിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.